ഡാംഡ് ഓസിലേറ്റർ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് അൺഡാംഡ് ഓസിലേറ്റർ ആണ്. അൺഡാംഡ് ഓസിലേറ്റർ എന്ന് വെച്ചാൽ റീസ്റ്റോറിങ് ഫോഴ്സ്, റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിങ് ഫോഴ്സ് മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഓസിലേറ്ററിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം: d²x/dt² പ്ലസ് ω²x is equal to 0. ഇതാണ് ഒരു അൺഡാംഡ് ഓസിലേറ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ അൺഡാംഡ് ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ അൺഡാംഡ് എന്ന് പറയുന്നത്. ഇനി ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എനർജിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എനർജിക്കും ചേഞ്ച് ഇല്ല, അല്ലേ? അപ്പോൾ എനർജിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് ഇല്ല. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആംപ്ലിറ്റ്യൂഡിലുള്ള ഓസിലേഷൻസിനെ പറയുന്ന പേരാണ് അൺഡാംഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ അൺഡാംഡ് ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്, അല്ലേ? ഒരു ഓസിലേറ്റർ വാക്വത്തിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? അൺഡാംഡ് ഓസിലേറ്റർ എന്ന് പറയാം. പക്ഷേ നമ്മൾ നോർമലി പഠിക്കുന്ന സിമ്പിൾ പെൻഡുലവും അതുപോലെ സ്പ്രിംഗ് പെൻഡുലവും എല്ലാം എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എയറിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും ഒരു മീഡിയത്തിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മീഡിയത്തിൽ ഒരു ഓസിലേറ്റർ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേറ്ററിൻ്റെ എനർജി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും, അല്ലേ? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് എനർജി ഡിക്രീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ എയറിൻ്റെ ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും? കുറച്ച് എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്യും? ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാബിൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും? കുറേ ടൈം അത് ഓസിലേറ്റ് ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ മീഡിയത്തിൻ്റെ, അല്ലേ, അത് ഓസിലേറ്റ് ചെയ്യുന്ന മീഡിയത്തിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടാണ്. നമ്മൾ ഇൻ ജനറൽ നമ്മൾ ആ ഫ്രിക്ഷനെ പറയുന്ന പേരാണ് ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയും. ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡാമ്പിംഗ് ഫോഴ്സിന് എക്സാമ്പിളാണ്. ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ എ ഫോഴ്സ് വിച്ച് റെഡ്യൂസസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഓസിലേറ്റർ. ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ റിയാലിറ്റിയിൽ നമ്മുടെ ഓസിലേറ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഡാമ്പിംഗ് ഓസിലേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ അൺഡാംഡ് ഓസിലേറ്റേഴ്സ് ഇല്ല, അല്ലേ? ഒരു ഓസിലേറ്ററും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. അതിൻ്റെ എനർജി എന്ത് ചെയ്യും? ഗ്രാജുവലി ഡിക്രീസ് ചെയ്തിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഫൈനലി 0 ആവും. അപ്പോൾ അങ്ങനെയുള്ള ഓസിലേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാമ്പിംഗ് ഓസിലേറ്റർ അല്ലെങ്കിൽ ഡാംഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡാംഡ് ഓസിലേറ്ററിൻ്റെ തിയറി പഠിക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ ആ ഓസിലേറ്ററിൽ സിമ്പിൾ പെൻഡുലം ആണ്. സിമ്പിൾ പെൻഡുലം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിൽ, അല്ലേ, എയർ പോലുള്ള ഒരു മീഡിയത്തിലാണ് അതിനെ ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായിരിക്കും. റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു -kx ആണെന്ന് നമുക്കറിയാം, അല്ലേ? ഇനി ഇതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഡാമ്പിംഗ് ഫോഴ്സും കൂടെ ഉണ്ട്. ഡാമ്പിംഗ് ഫോഴ്സ് ഏത് ടൈപ്പ് ഫോഴ്സ് വേണമെങ്കിലും ആവാം. അതെന്ത് ചെയ്യണം? ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യണം. എനർജി റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിരിക്കണം ഈ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡാമ്പിംഗ് ഫോഴ്സും അതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഡാമ്പിംഗ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആൻഡ് ദ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു വെലോസിറ്റി. അപ്പോൾ നമ്മൾ പറയാം ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു -v എന്ന് പറയാം, which is equal to -c. Damping force is equal to -gamma v, or which is equal to -gamma into dx by dt. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്.
അല്ലേ? അപ്പോൾ ഡാമ്പിംഗ് ഫോഴ്സ് വിച്ച് റെഡ്യൂസസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഓസിലേറ്റർ ആൻഡ് സച്ച് ആൻ ഓസിലേറ്റർ ഈസ് കോൾഡ് ഡാംപ്ഡ് ഓസിലേറ്റർ. സോ there is an additional force, damping force, which is directly proportional to velocity and directed opposite to velocity. So the constant gamma is called a damping constant. So the expression for damping force is minus gamma into dx by dt. Velocity is dx by dt. So നമുക്ക് ഡാമ്പിംഗ് ഓസിലേറ്ററിൻ്റെ തിയറിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് ടൈപ്പ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓസിലേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണും, അതുപോലെ ഡാമ്പിങ് വരുന്നതുകൊണ്ട് ഒരു ഡാമ്പിംഗ് ഫോഴ്സും കാണും. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് നമുക്കിങ്ങനെ എഴുതാം, ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് മൈനസ് ഗാമ വി. ഇനി റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ is equal to, ഞാൻ ഈ ടേം ആദ്യം എഴുതുകയാണ്, മൈനസ് ഗാമ, വെലോസിറ്റി ഈസ് ഡി എക്സ് ബൈ ഡി ടി മൈനസ് കെ എക്സ്. ഇനി ടേമിനെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരാണ്, എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഗാമ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ദെൻ നമ്മൾ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, d square x by dt square plus gamma by m dx by dt plus k by m into x equal to 0. ഇനി ഈ ഗാമ ബൈ എമ്മിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്, വിച്ച് ഈസ് 2c. കെ ബൈ എമ്മിന് പകരം നമുക്കറിയാം ഒമേഗ എന്നാണ് നമ്മൾ നേരത്തെ ഒമേഗ സ്ക്വയർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒമേഗ കൊടുക്കാനുള്ള കാര്യം അവിടെ ഡാമ്പിങ്ങിൻ്റെ എഫക്റ്റ് വന്നിട്ടില്ല, അല്ലേ? ഡാമ്പിങ്ങിൻ്റെ എഫക്റ്റ് വന്നാലും ഒമേഗയ്ക്ക് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കെ ബൈ എമ്മിന് പകരം നമ്മൾ ഒമേഗ 0 സ്ക്വയർ എന്ന് കൊടുക്കുകയാണ് തിരിച്ചറിയാൻ വേണ്ടി. ഒമേഗ 0 എന്ന് വെച്ചാൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. ഒമേഗ 0 ഈസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി, ആ സിസ്റ്റത്തിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി വിത്തൗട്ട് എനി ഡാമ്പിംഗ് ഫോഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2c ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ സി എയും പറയുന്ന പേര് എന്ത് തന്നെയാണ്? ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് എന്ന് തന്നെയാണ്. C is also called damping constant. Gamma is also called damping constant. ഒരു മാസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്, എന്നാലും അതിനെ ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഒരു ഡാംഡ് ഓസിലേറ്റർ ഉണ്ട്. ഡാംഡ് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ ഇരിക്കും, അല്ലേ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2c ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മളങ്ങ് അസ്യൂം ചെയ്യാൻ പോവുകയാണ്, അല്ല? ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? അപ്പോൾ ഇതൊരു എന്താണ് ഓസിലേറ്റിംഗ് ഫംഗ്ഷനായി ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഒരു ഓസിലേറ്റിംഗ് ഫംഗ്ഷനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുപോലെയുള്ള ഒരു സൊല്യൂഷൻ അങ്ങ് അസ്യൂം ചെയ്യാം. സോ ആ സൊല്യൂഷനാണ് സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ is x is equal to a e raised to alpha t, അല്ലേ? x is equal to e raised to alpha t. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഇനി ഇതിനകത്ത് a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡാണ്, ആൽഫ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ഈ ആൽഫയുടെ വാല്യൂയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഈ ആൽഫയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇല്ലേ, ഡാംപ്ഡ് ഓസിലേറ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിനകത്ത് എക്സിൻ്റെ വാല്യൂ ഉണ്ട്, ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ ഉണ്ട്, ഡി എക്സ് സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? ഡി എക്സ് ബൈ ഡി ടി വേണം.
വിച്ച് ഈസ് എ ഇ റൈസ് ടു ആൽഫ ടി ഇൻറ്റു ആൽഫ വരും അല്ലേ. ദെൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണെങ്കിലോ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യൽ എടുക്കണം. അപ്പോൾ എ ആൽഫ ഇ റൈസ് ടു ആൽഫ ടി ഇൻറ്റു ഒരു ആൽഫയും കൂടെ വരും. അതാണ് ഇതെന്തായി പോകുന്നത്, എ ആൽഫ സ്ക്വയർ ഇ റൈസ് ടു ആൽഫ ടി എന്ന് വരും അല്ലേ. അപ്പോൾ എക്സ് എ ഇ റൈസ് ടു ആൽഫ ടി ആണ്, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് എ ആൽഫ ഇ റൈസ് ടു ആൽഫ ടി ആണ്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആകുമ്പം എ ആൽഫ സ്ക്വയർ ഇ റൈസ് ടു ആൽഫ ടി വരും. സോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണ്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2c dx by dt plus omega 0 square x equal to 0, which becomes നമ്മൾ വാല്യൂ കൊടുക്കണം. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരം എ ആൽഫ സ്ക്വയർ ഇ റൈസ് ടു ആൽഫ ടി പ്ലസ് 2c എ ആൽഫ ഇ റൈസ് ടു ആൽഫ ടി പ്ലസ് ഒമേഗ സ്ക്വയർ എ ഇ റൈസ് ടു ആൽഫ ടി ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്തെല്ലാം കോമൺ ആയിട്ട് വരുന്ന കുറേ ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ്, ഇ റൈസ് ടു ആൽഫ ടി കോമൺ ആണ് എല്ലാത്തിലും, അതുപോലെ എയും കോമൺ ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ എന്താവും, ആൽഫ സ്ക്വയർ പ്ലസ് 2c ആൽഫ പ്ലസ് ഒമേഗ 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്ന, എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനകത്ത് ആൽഫയ്ക്കുടെ വാല്യൂ നമ്മളതിൽ ഇല്ല, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് 2c ആൽഫ പ്ലസ് ഒമേഗ 0 സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇത് കണ്ട ഇത് നമ്മൾ എന്ത് വിചാരിക്കുന്നത്, ഇതൊരു ആൽഫ എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആൽഫയുടെ വാല്യൂ എന്ത് എഴുതാം, ആൽഫ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 2c ആണ്, സി എന്ന് പറയുന്നത് ഒമേഗ 0 സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്ന് വരും അല്ലേ. ബൈ 2 എല്ലാം കോമൺ ആക്കി എടുത്തിട്ട് ക്യാൻസലായി പോകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു, ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് സി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്ന് വെച്ചാൽ രണ്ട് സൊല്യൂഷൻസ് വരുന്നുണ്ട്. ആൽഫ 1 ഈസ് ഈക്വൽ ടു മൈനസ് സി പ്ലസ് റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ആൻഡ് ആൽഫ 1 ഈസ് ഈക്വൽ ടു മൈനസ് സി മൈനസ് റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഫൈനൽ സൊല്യൂഷൻ, എക്സിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം, നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയായിരുന്നു, എ ഇ റൈസ് ടു ആൽഫ ടി എന്നല്ലേ. അപ്പോൾ ആൽഫയ്ക്ക് രണ്ട് വാല്യൂ വരുന്നുണ്ട്, നമ്മൾ ഇൻ ജനറൽ ഇങ്ങനെ എഴുതും, a1 e റൈസ് ടു ആൽഫ 1 ടി പ്ലസ് a2 e റൈസ് ടു ആൽഫ 2 ടി വിച്ച് ഇസ് ഈക്വൽ ടു a1 to minus c plus root of c square minus omega 0 square into t plus a2 e raised to minus c minus root of c square minus omega 0 square into t. ഇതിൽ കോമൺ ആയിട്ടൊരു ഇ റൈസ് ടു മൈനസ് സി ടി വരും രണ്ടിലും അല്ലേ. അപ്പോൾ കോമൺ ആയിട്ട് ഇ റൈസ് ടു മൈനസ് സി ടി ഇൻറ്റു a1 e raised to root of c square minus omega 0 square into t plus a2 e raised to minus root of c square minus omega 0 square into t. So this is the solution of x is equal to e raised to minus ct into a1 e raised to root of c square minus omega 0 square t plus a2 e raised to minus root of c square minus omega 0 square into t. അപ്പോൾ നമ്മൾ എന്താ ഇതുവരെ ചെയ്ത, ആദ്യമേ ഡാംഡ് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി, എന്നിട്ട് അതിനകത്തൊരു സൊല്യൂഷൻ അസ്യൂം ചെയ്തു, എ ഇ റൈസ് ടു ആൽഫ ടി
അല്ലേ? ഇനി അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് അസ്യൂം ചെയ്യാതെ തന്നെ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷനാണ്. ഇത്രയും സ്റ്റെപ്പ് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഇത് ഫൈനൽ ഇക്വേഷൻ കിട്ടും. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ അങ്ങ് അസ്യൂം ചെയ്യുന്നത്. a e⁻⁴t ദെൻ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, തിരിച്ച് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൽഫയ്ക്ക് 2 വാല്യൂസ് കിട്ടും. സോ സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഈ സൊല്യൂഷൻ തന്നെ 3 രീതിയിലാണ് ചേഞ്ച് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ചില കേസിൽ ഈ C ഈസ് ഗ്രേറ്റർ ദാൻ ω0 എന്ന് വെച്ചാൽ ഡാമ്പിങ് ഒരുപാട് കൂടുതലായിരിക്കും, അല്ലേ? C ഈസ് ഗ്രേറ്റർ ദാൻ ω0 ആവും. സോ ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ഓവർ ഡാംപ്ഡ് എന്ന് പറയും. ഓവർ ഡാംപ്ഡ്. അങ്ങനെയുള്ള ഓസിലേഷൻസ് എല്ലാം പെട്ടെന്ന് ഡാമ്പിങ് കോൺസ്റ്റൻറ്റ് കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യും, ഒരിക്കലും ഓസിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യും. ദറ്റ് ഇസ് കാൾഡ് ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ. ദെൻ C ഈസ് ഈക്വൽ ടു ω0 വരാറുണ്ട്, അല്ലേ? C ഈസ് ഈക്വൽ ടു ω0. സോ ആ കണ്ടീഷനിൽ ഇതുപോലെ തന്നെയാണ്, സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്ന, ഓസിലേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് critically damped. That is called a critically damped oscillation. Then the third one and the last one, C is less than ω0, അല്ലേ? ഡാമ്പിങ് കോൺസ്റ്റൻറ്റ് കുറവാണ്, ഓസിലേഷൻ ആണ് കൂടുതൽ, അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ പറയും അണ്ടർ ഡാംപ്ഡ് എന്ന് പറയും. അണ്ടർ ഡാംപ്ഡ് കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ ഓവർ ഡാംപ്ഡ് കണ്ടീഷനുണ്ട്, ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷനുണ്ട്, അതുപോലെ തന്നെ അണ്ടർ ഡാംപ്ഡ് കണ്ടീഷനുണ്ട്. ഈ അണ്ടർ ഡാംപ്ഡ് കണ്ടീഷനിലാണ് കുറച്ചെങ്കിലും ഓസിലേഷൻസ് ഉണ്ടാകുന്നത്, അല്ലേ? ഓസിലേഷൻസ് ഉണ്ടായാലും അവസാനം എന്ത് ചെയ്യും, ഡാമ്പിങ്ങിൻ്റെ എഫക്റ്റ് കാരണം ആംപ്ലിറ്റ്യൂഡ് 0 ആവുകയാണ് ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 കണ്ടീഷനിലും ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, അത് ഓസിലേഷനേ ചെയ്യത്തില്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, 0 ആയിപ്പോൾ. പക്ഷേ ലാസ്റ്റ് വണ്ണിൽ എന്ത് ചെയ്യും, 2-3 ഓസിലേഷൻസ് ഒക്കെ നടക്കും, അത് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, 0 ആവത്തുള്ളൂ.